ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് അഗെയിൻ നമ്മൾ 60 ഡേയ്സ് സെറ്റ് എക്സാമിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ആൻഡ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ നമ്മളുടെ ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. അല്ലിയലിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിനകത്ത് ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലിയലിക് ഇൻറ്ററാക്ഷൻസും ഉണ്ട്, അതുപോലെ നോൺ അല്ലിയലിക് ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ അല്ലിയലിക് ഇൻറ്ററാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അല്ലിയലിക് ഇൻറ്ററാക്ഷൻ എന്താണെന്ന് പഠിക്കും. അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്: ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും അതുപോലെ തന്നെ കോഡൊമിനൻസ്. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും അല്ലിയലിക് ഇൻറ്ററാക്ഷൻസിൻ്റെ അണ്ടറിൽ നമ്മളിത് പഠിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ജീൻ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസിൻ്റെ പകുതി ഭാഗമാണ് ഈ അല്ലിയലിക് ഇൻറ്ററാക്ഷനും അതിൻ്റെ രണ്ട് ടൈപ്സും, ഇൻകംപ്ലീറ്റും കോഡൊമിനൻസും. ബാക്കിയുള്ളത് നോൺ അല്ലിയലിക് ഇൻറ്ററാക്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനീഷ്യലി നമ്മൾ അല്ലിയലിക് ഇൻറ്ററാക്ഷൻസ് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ജെനറ്റിക്സിൻ്റെ ഒരു ബേസിക് ഐഡിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ജെനറ്റിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സും കൂടെ ചേർന്നിട്ടാണ് ഈ ജീൻ അല്ലെങ്കിൽ അല്ലീൽ അങ്ങനെയുള്ള ഐഡിയനെയൊക്കെ പറ്റിയിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ ജീൻ അല്ലീൽ എന്ന് പറഞ്ഞ വാക്കുകളൊന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന് പിന്നിലുള്ള ആ ഒരു സയൻസ് എന്താണെന്നുള്ളത് അവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻഡലും അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഒരു ജീനാണ് ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു വെച്ചത് അല്ലേ. ഇപ്പം നമ്മൾക്ക് വേവി ആയിട്ടുള്ളൊരു മുടി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് റീസൺ ആയിട്ടുള്ളത് ഒരു ജീനാണ്. അതുപോലെ നമ്മളുടെ ബോഡിയിലെ ഏതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ജീനുണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായത്, ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരു ജീനിന് കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾക്ക് ഒരു ജീൻ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട് എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ജീൻ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ജീൻ ആയിരിക്കും എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചറിനെയും അതുപോലെ എൻ്റെ സ്കിൻ ടോണിനെയും അങ്ങനെയുള്ള എൻ്റെ ഫീച്ചേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ആണ് ജീൻ ഉള്ളതെന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മൾ വലിയൊരു മാറ്റത്തിലേക്ക് വരികയാണ്. ദാറ്റ് മീൻസ് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനുണ്ട് എന്നുള്ളത് പിടികിട്ടിയോ. ഇനി ഈ ഒരു സംവിധാനം, രണ്ടിൽ കൂടുതലോ ജീൻസ് എപ്പോഴെങ്കിലും ഇൻട്രാക്ട് ചെയ്യണേ, അത് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആവുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ജീൻ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. രണ്ട് കൂടുതൽ ജീൻസ് വേണം ഇവിടെ, അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവാനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ ജീൻ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവുന്നത്, ഇൻട്രാക്ഷൻ മുഖാന്തരം ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവുമ്പോൾ അത് ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അല്ലീലുകൾ കൺട്രോൾ ചെയ്തിട്ടാകാം. പിടികിട്ടിയോ. ഒരു ജീൻ കൺട്രോൾ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആകാം, അല്ലെങ്കിൽ പല അല്ലീലുകളുടെ ഇടയിലുള്ളൊരു ഇൻട്രാക്ഷൻ കാരണം ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു ജനറൽ ഐഡിയ ആണ് എന്നുള്ളത് മാത്രം. ഇനി ഈ ജീൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ലൈക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ജീനിൽ നിന്നുണ്ടാകുന്നത്, എന്തൊക്കെ ജീൻ പ്രൊഡക്ട്സ് ആണ് ലഭിക്കുന്നത്, അത്തരത്തിലുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ്, ഫിസിക്കലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. യൂഷ്വലി പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീൻ ഇൻട്രാക്ഷൻസിനെ പറയുന്നുണ്ടായിരിക്കുക. അതുമാത്രമല്ല, പ്രോട്ടീൻ RNA ഇൻട്രാക്ഷൻ, പ്രോട്ടീൻ DNA ഇൻട്രാക്ഷൻ, RNA ഇൻട്രാക്ഷൻ, RNA DNA ഇൻട്രാക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻട്രാക്ഷനുകളും ജീൻ ഇൻട്രാക്ഷനുകളും നടക്കുന്നുണ്ട്. പിടികിട്ടിയോ. ആൻഡ് ഈ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള എഫിനിറ്റി, സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ടിങ്, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ബയോകെമിക്കൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിനിറ്റിയും ബൈൻഡിങ്ങും ഒക്കെ എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പിടികിട്ടിയോ. യെസ്. ആൻഡ് അത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഇതിനകത്തൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ്, ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജും കൂടെ സംഭവിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് പ്രോട്ടീൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലീവേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു ഫിനോമിനൻ കൂടെ ഉണ്ട്. അതും ഇടയ്ക്കൊക്കെ നമ്മൾക്ക് പ്രകടമാകാറുണ്ട്. ആൻഡ് അത് നമ്മൾക്ക് ഇതിലൂടെ ഈ ജീൻ ഇൻട്രാക്ഷൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനായിട്ടും കൂടെ പറ്റും. പിടികിട്ടിയോ. ഇതാണൊരു ജീൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അല്ലിയലിക് ഇൻട്രാക്ഷൻ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞു ജനറൽ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ അല്ലിയലിക് ഇൻട്രാക്ഷൻസിൻ്റെ ടൈപ്സ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പണ്ട്
ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഒക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാരൻസിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പാരൻസിനെയും കൂടി ഒരു മിക്സ്ചർ എന്നുള്ള രീതിയിലായിരിക്കും പ്രോജനിയിലോട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ആ മിക്സ്ചറിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്ലെൻഡിങ് ഒക്കെ പണ്ട് കാലത്ത് മുതലേ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഇതിനെ ഒരു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രീയ വശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം ഒന്നും കൊടുത്തിട്ട് നമ്മൾ പറയുമായിരുന്നില്ല. പണ്ട് മെൻ്റൽ ഉണ്ടായിരുന്ന സമയത്ത് മെൻ്റൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു ലോ ആയിരുന്നു ലോ ഓഫ് ഡൊമിനൻസ് അല്ലേ. അതിലെന്താ പറയുന്നത്, പാരൻസിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഡൊമിനൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും, രണ്ടാമത്തത് അത്ര പവർ ഇല്ലാത്ത റെസസീവ് ആയിട്ടുള്ള ഒന്നായിരിക്കും. ഡൊമിനൻ്റ് ഉണ്ട് എങ്കിൽ ഡൊമിനൻ്റ് മാത്രമായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. ഡൊമിനൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് റെസസീവ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് മെൻ്റൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഈ ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മെൻ്റൽ അന്ന് കണ്ടുപിടിച്ചപ്പോഴും അതൊരു 100% ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ജീവികളെയും ഒരുപാട് ഫിനോമിനൻസിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് അവിടെ പ്രകടമായിട്ടുണ്ടായിരുന്നില്ല. പകരം നമ്മൾക്ക് അവിടെ ബ്ലെൻഡിങ് കാണാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ F1 നമ്മൾക്ക് ഒന്നാമത്തെ തലമുറ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോജനി കിട്ടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, പാരൻസിൻ്റെ തമ്മിലുള്ള ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു നൈജീരിയൻ ഒരു പാരൻറ്റും ഒരു അമേരിക്കൻ പാരൻറ്റും ആയിരുന്നു നേരിയ എക്സ്ട്രീം സ്കിൻ ടോൺസ് ആണ് അവർക്കുള്ളത്. പക്ഷേ അവർക്കൊരു പ്രോജനി ഉണ്ടാകുമ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലെൻഡ് എന്നുള്ള രീതിയിൽ ഒരു മിഡിൽ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും കുട്ടിക്ക് കിട്ടുക. അപ്പം അങ്ങനെയുള്ള കേസസുകൾ ഒരുപാട് പണ്ട് മുതലേ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാരൻസിൻ്റെ പോലെ അല്ലാതെ പാരൻസ് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രകടമാക്കുന്ന രീതിയിൽ ഒരുപാട് തലമുറയിൽ നമ്മൾക്കത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിനെ പറ്റിയിട്ടൊന്നും വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിടികിട്ടിയ ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ നമ്മളുടെ ജീൻസ് ഉണ്ടല്ലോ അതിൻ്റെ പെയർ എക്സ്പ്രസ് ചെയ്യത്തില്ല. അത് എക്സ്പ്രസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനൻ്റ് ആണോ റെസസീവ് ആണോ എന്നുള്ള രീതിയിലല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല. പകരം അവർ എക്സ്പ്രസ് ചെയ്യുന്നത് പാർഷ്യലി ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. പാർഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുക. അവരെപ്പോഴൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടോ ഒരു ഹൈബ്രിഡിൽ അവരെപ്പോഴൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടോ അതിൽ ഒരാൾ ഡൊമിനൻ്റ് ഒരാൾ റെസസീവ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതെ പാർഷ്യൽ ആയിട്ടുള്ള രീതിയിൽ രണ്ടും കൂടെ കൂടി കലർന്നത് മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ കയ്യിൽ നിന്നുള്ള രണ്ട് തരത്തിലുള്ള ജീൻസുകളും ലഭ്യമായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും തലമുറയിലെ കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ അല്ലീലുകളുണ്ടല്ലോ, രണ്ട് അല്ലീലുകൾ, പാരൻസിൻ്റെ രണ്ട് അല്ലീലുകൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനൻറ്റും അല്ല കംപ്ലീറ്റ് ആയിട്ട് റെസസീവും അല്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ക്രോസാണ് ടോൾ ആൻഡ് ഡ്വാർഫിൻ്റെത്. മെൻ്റൽ പറയുന്നത് പ്രകാരം ടോൾ കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ് ആണ് ഡ്വാർഫിൻ്റെ മേലെ. അപ്പോൾ ടോളിൻ്റെ T പ്രസൻ്റ് ആണെങ്കിൽ ഒരിക്കലും അത് എന്താവില്ല, ഡ്വാർഫ് ആവില്ല. നമ്മുടെ ഹോമോസൈഗസ് ആയിട്ട് രണ്ടും സ്മോൾ ടി വന്നാലാണ് അത് ഡ്വാർഫ് ആവുക അല്ലേ. എന്ന് വെച്ചാൽ ഡൊമിനൻറ്റിൻ്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ മാത്രം എക്സ്പ്രസ്ഡ് ആകുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ മെൻ്റലിൻ്റെ നിയമത്തിലൊക്കെ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇത് അങ്ങനെയല്ല. ആർക്കും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൊമിനൻസോ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസസീവ് അങ്ങനെയൊന്നുമില്ല. രണ്ടു പേർക്കും തുല്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ആണ്. അങ്ങനെയാണ് ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ കിട്ടുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പാരൻസ്, നമ്മൾക്ക് രണ്ട് പാരൻസ് ഉണ്ട്. ഇവർ രണ്ടുപേർക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഒരു പവറാണുള്ളത്. ഇതിൽ ഒരാൾ കുറച്ചും കൂടെ പവർഫുൾ ആണ്, കുറച്ച് പവർഫുൾ കുറവാണ് ഒരാൾ, അങ്ങനെയൊന്നുമില്ല. ഈക്വലി പവർഫുൾ ആണ് രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരിടത്ത് പോകാൻ വേണ്ടിയിട്ടൊരു പെർമിഷൻ എടുക്കുമ്പോൾ അച്ഛനോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, വി ഹാവ് ടു ആസ്ക് ടു അമ്മ ഓൾസോ. നമ്മൾ അമ്മയോടും കൂടെ ചോദിക്കണം. രണ്ടിടത്തുനിന്നും പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് പോകാൻ പറ്റുക. ബിക്കോസ് ദേ ആർ ഈക്വലി പവർഫുൾ. ഒരാൾ പൊക്കോളാനും ഒരാൾ പോകണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ സംഭവം അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ രണ്ടാളുടെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് രണ്ടുപേരും ഈക്വലി ഒരു ഡൊമിനൻസ് കാണിക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈക്വൽ ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് മറ്റൊന്നിൻ്റെ മേലെ ഉണ്ടായിരിക്കത്തില്ല. പിടികിട്ടിയാ? ഇനി രണ്ട് അലീൽസും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രോജനിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത് ഒരു ജീനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും മനുഷ്യരിലും ഒക്കെ നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും.
നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് അനിമൽസിൻ്റെ അത് പഠിക്കാം. 2 മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നമ്മളുടെ ബ്ലൂ ഫെദറുള്ള ചിക്കൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ എക്സാമ്പിളാണ്. കാരണം ബ്ലാക്ക് വിങ്സ് ഉള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ഫെദറുള്ള ഒരു ചിക്കനും വൈറ്റ് ഫെദറുള്ള ഒരു ചിക്കനും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ് അല്ലാതിരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഒരാൾ കംപ്ലീറ്റ് ഡൊമിനൻറ്റും ഒരാൾ റെസസീവും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് എന്ത് സംഭവിച്ചു, വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ട് ബ്ലൂ ഫെദറുള്ളൊരു ചിക്കൻ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടേക്കുന്നത് ഈസ് ആക്ച്വലി വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് ബ്ലൂ ഇവിടെ പ്രകടമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വിത്ത് ബ്ലൂ ഫെദേഴ്സ് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ അങ്കോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റാബിറ്റ് വെറൈറ്റി ഉണ്ട്. അതിനകത്ത് ലോങ് ഫറുള്ള അങ്കോറ ഉണ്ടായിരുന്നു, ഷോർട്ട് ഫറുള്ള റെക്സ് എന്ന് പറഞ്ഞിട്ടൊരു റാബിറ്റ് വെറൈറ്റി ഉണ്ടായിരുന്നു. ഓർക്കണം, അങ്കോറയ്ക്ക് ലോങ് ഫറാണ്, നീളം കൂടിയ ഫറാണ്, പക്ഷെ റെക്സിന് ചെറിയ 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 ഫറാണ്. ഇവർ തമ്മിൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു റാബിറ്റിനെ കിട്ടി. പക്ഷേ അവർക്ക് ഒരു ലോങ് ഫറായിരുന്നു. ലോങ് ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെക്സ് എന്ന് പറഞ്ഞ റാബിറ്റിനേക്കാളും, പാരൻ്റായിട്ടുണ്ടായിരുന്ന റെക്സ് എന്ന് പറഞ്ഞ റാബിറ്റിനേക്കാളും ഫറിന് നീളം കൂടുതലാണ്. പക്ഷെ അങ്കോറയേക്കാൾ നീളം കുറവാണ്. അങ്കോറയുടെ അത്ര നീളം ഇല്ലെന്നാലും പക്ഷെ റെക്സിനേക്കാൾ നീളം കൂടുതലുണ്ടതാണ്. അപ്പോൾ എന്ത് പറ്റി, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു കണ്ടീഷനിലുള്ളൊരു നീളമാണ് അവരുടെ ഫറിന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റാബിറ്റും എന്തിൻ്റെ എക്സാമ്പിളായിട്ട് മാറി, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ എക്സാമ്പിളായിട്ട് മാറി. സോ ഈ രണ്ട് കണ്ടീഷനിലും എന്താ സംഭവിക്കുന്നത്, പാരൻസ് രണ്ട് എക്സ്ട്രീം ആണെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ എന്നുള്ള രീതിയിലുള്ളൊരു അവസ്ഥയായിരിക്കും കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഇതാണ് അനിമൽസിലെ 2 എക്സാമ്പിൾസ്. ഇനി പ്ലാന്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ് 4 മണി ചെടികളുണ്ട്. 4 o'clock പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക നമ്മളതിനെ, അല്ലെങ്കിൽ നമ്മളതിനെ സ്നാപ്പ് ഡ്രാഗൺ, ആൻറ്റി റൈനം, ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. അപ്പോൾ ഇവർക്ക് പൊതുവേ റെഡ് കളറുള്ള ഫ്ലവേഴ്സാണുള്ളത്. ഓക്കെ, അത് വൈൽഡായിട്ടുള്ള കോമൺ ആയിട്ടുള്ള 4 മണി ചെടികൾക്കാണ് റെഡ് കളറുള്ള പൂവുള്ളത്. ഇനി ചിലതുണ്ട് പ്യുവർ ആയിട്ടുള്ള 4 മണി ചെടികൾ, അവർക്ക് വൈറ്റ് കളറുള്ള പൂക്കളാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കളർ കൊടുക്കാനുള്ള ജീൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലെ പൂക്കളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെഡ് പൂവുള്ളൊരു ചെടിയും വൈറ്റ് പൂവുള്ളൊരു ചെടിയും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവർ രണ്ടുപേർക്കും ലൈക്ക് ഒരു പവർഫുൾ ഡോമിനൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരാൾ പവർഫുള്ളാണ്, ഒരാൾ പവർ കുറഞ്ഞതാണ്, അതുകൊണ്ട് ഒരാൾ റെസസീവാണ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും ഇവരിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡും വൈറ്റും തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും. അപ്പോൾ പിങ്ക് പൂക്കൾ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിനെ കാണിക്കുന്നതാണ്. കാരണം റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, പിങ്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ആൻഡ് നമ്മൾ പ്രൊജനി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ 4ൽ ഒരാൾ റെഡ് ആയിരിക്കും, ഒരാൾ വൈറ്റ് ആയിരിക്കും, ആൻഡ് 2 ആളുകൾ എങ്ങനെയുള്ളതായിരിക്കും, പിങ്ക് ആയിരിക്കും. സോ നമുക്ക് റേഷ്യോ കിട്ടുന്നുണ്ടായിരിക്കുക 1 റെഡ് ഇസ് ടു 2 പിങ്ക് ഇസ് ടു 1 വൈറ്റ് എന്നുള്ള റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ക്ലാസിക് എക്സാമ്പിളായിട്ട് കരുതുന്ന ഒരു എക്സാമ്പിളാണ്, നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് NCERT എടുത്ത് റീഡ് ചെയ്ത് നോക്കുക. ക്രോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്രോസ് ഒന്നും പഠിക്കണമെന്നില്ല, ഈ ഒരു ഐഡിയ പഠിച്ചാൽ മതി. റെഡ് വൈറ്റ് പ്ലാന്റ്സ് ആയിരുന്നു, ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിങ്ക് കിട്ടി. പിങ്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലെൻഡിങ് സംഭവിച്ചിട്ട് റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് പിങ്ക് കിട്ടുന്നത്. 4 പ്രോജനിയാണ് F2-നകത്ത് ഉണ്ടാവുക. അതിൽ 1 റെഡ് ആയിരുന്നു, 1 വൈറ്റ് ആയിരുന്നു, ബാക്കി 2 പിങ്ക് കിട്ടി. അങ്ങനെയാണ് നമുക്ക് 1 റെഡ് ഇസ് ടു 2 പിങ്ക് ഇസ് ടു 1 വൈറ്റ് എന്ന് പറയുന്ന റേഷ്യോ കിട്ടുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ NCERT-യിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഈ 4 മണിയുടെ ചെടിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ എഗ് പ്ലാന്റ് വഴുതനങ്ങയുടെ ഫ്ലൂട്ട് കളർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പർപ്പിൾ കളറിലുള്ള വഴുതനങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഭയങ്കര ഡാർക്ക് പർപ്പിൾ അല്ലേ. അതുപോലെ വൈറ്റ് കളറിൽ ഒരു ഗ്രീനിഷ് ടച്ചുള്ള ഒരു വൈറ്റ് വഴുതനങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് ലൈറ്റ് വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ കിട്ടാൻ തുടങ്ങിയത്. വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ലൈറ്റ് വയലറ്റ് കിട്ടുന്നത് ഇത് ആക്ച്വലി ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. ഡീപ്പ് പർപ്പിളും വൈറ്റും കൂടെ മിക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ലൈറ്റ് വയലറ്റ് കിട്ടി. അങ്ങനെ പിടികിട്ടിയോ? അതിനൊരു ഏകദേശം ഒരു ലാവെൻഡർ ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇനി മനുഷ്യരിൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസാണ് ഫെമീലിയൽ ഹൈപ്പർ കൊളസ്റ്ററോലെമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസീസ്. FH എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഫെമീലിയൽ ഹൈപ്പർ കൊളസ്റ്ററോലെമിയ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിനകത്ത് ഒരു അലീലുണ്ട്. ഈ അലീൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ലിവർ സെൽസ് കൊളസ്ട്രോൾ റിസപ്റ്റേഴ്സ് ഇല്ലാതെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ വേറൊരെണ്ണം ഉണ്ട്, അത് നോർമലി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ലൈക്ക് റിസപ്റ്റേഴ്സ് ഇല്ലാതെ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡേഞ്ചറസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 പാറ്റേൺ അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. പിടികിട്ടിയോ? അപ്പോൾ ഒരു എല്ലിൽ എന്താ ചെയ്യുന്നത്, ലിവറിൽ നിന്ന് കൊളസ്ട്രോളിനെ റിസപ്റ്റേഴ്സ് ഇല്ലാതെ കൊളസ്ട്രോൾ റിസപ്റ്റേഴ്സ് ഇല്ലാതെ ജനറേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യും. ഒരെണ്ണം നോർമലി ജനറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് എന്നുള്ള രീതിയിലാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡിസീസ് ഓർത്ത് വെച്ചേക്കണം, ഡിസീസാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിൾ. ആൻഡ് ഡിസീസ് വെച്ചിട്ടാണ് പലപ്പോഴും ജനറ്റിക്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ 3 ടൈപ്പിലുള്ളത്, അനിമൽസിലുള്ളതും പ്ലാന്റ്സിലുള്ളതും ഹ്യൂമൻസിലുള്ളതുമായിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും കാര്യമായിട്ട് തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. യെസ്, അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, മറന്നുപോയി. ഒരു എക്സാമ്പിളും കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. പാരൻ്റ് 2 പേരുണ്ടായിരുന്നു. അതിലൊരു പാരൻറ്റിന് സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നു, ഒരു പാരൻറ്റിന് കേളി ഹെയർ ആയിരുന്നു. കുട്ടിക്ക് എന്ത് ഹെയർ കിട്ടും? വേവി ഹെയർ കിട്ടും. അതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ്. കേളിയും ആയില്ല, സ്ട്രൈറ്റും ആയില്ല, അങ്ങനെയാണ് വേവി കിട്ടുക. അങ്ങനെ ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ മുടി സ്ട്രൈറ്റ് ഹെയറും അമ്മയുടേത് കേളി ഹെയറുമാണ്. അപ്പോൾ എനിക്ക് വേവി ആയിട്ടുള്ള ഹെയർ കിട്ടി. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഐ കളറും നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. ഹേസൽ ഐസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ബ്രൗണും പച്ചയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഐ കളറാണത്. അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വഴി ഉണ്ടായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. കാരണം ബ്രൗൺ കളറുള്ളൊരു ഐയും ഗ്രീൻ കളറുള്ളൊരു ഐയും കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡായിട്ടാണ് ഹേസൽ കളർ ഉണ്ടായിരിക്കുന്നത്. പിടികിട്ടിയോ? അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഹ്യൂമൻസിലും അനിമൽസിലും പ്ലാന്റ്സിലും കാണുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ്. എല്ലാ എക്സാമ്പിൾസും കാര്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും ഇത് എന്ത് ജനറ്റിക് ആയിട്ടുള്ള ഫിനോമിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വച്ചിരിക്കുക. പിടികിട്ടിയ? യെസ്. ഇനി രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈക്ക് നമ്മളുടെ ജീനിൻ്റെ അല്ലീലുകൾ ഒരു ഹെട്രോസൈഗോട്ടിൽ ഫുള്ളി എക്സ്പ്രസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ 2 പേർക്കും ഈക്വലി എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാരൻസ് 2 പേരുടെയും കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. 2 പാരൻസിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറഞ്ഞ കോഡോമിനൻസിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പൂച്ചയൊക്കെ കുട്ടികളെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മപ്പൂച്ച വൈറ്റായിരുന്നു ആൻഡ് അച്ഛൻ ലൈക്ക് ഫാദറായിട്ടുണ്ടായിരുന്ന പൂച്ച ജിഞ്ചർ ക്യാറ്റായിരുന്നു എന്ന് വിചാരിക്കുക. കുട്ടി ജനിക്കുമ്പോൾ വൈറ്റും ജിഞ്ചർ കളറും കൂടെ മിക്സ് ആയിട്ട് വരും. സോ ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്, അവർ 2 പേരുടെ ഫീനോടൈപ്സും ഈ കുട്ടിയിൽ കിട്ടുകയാണ്, പൂച്ചക്കുട്ടിയിൽ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥയാണ്. രണ്ടും എക്സ്പ്രസ്ഡ് ആവുന്ന തരത്തിലുള്ള പാരൻസിൻ്റെ 2 ട്രേറ്റ്സും എക്സ്പ്രസ്ഡ് ആവുന്ന കണ്ടീഷൻ്റെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. 2 പേർക്കും ഈക്വൽ ഡോമിനൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളും ഡോമിനൻ്റ് അല്ല, ഒരാൾ റെസസീവും അല്ല. അതിന് വളരെ ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളുടെ ഹ്യൂമൻസിൻ്റെ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബ്ലഡ് ഗ്രൂപ്പിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്ലഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്, അതിൻ്റെ പേരാണ് IG. ആൻഡ് ഈ IG-നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ IG മുഖാന്തരം നമുക്ക് ബ്ലഡിൽ 3 അലീലുകൾ കാണാൻ പറ്റും, A, B, O. ഓക്കെ, ഇങ്ങനെ 3 അലീലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അലീലുകൾ എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് വരാം. ഞാനിവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ടേബിൾ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A, B എന്ന് പറഞ്ഞിട്ടുള്ള അലീലുകൾ ഓയിനേക്കാൾ കുറച്ചും കൂടെ എന്താണ് ഡോമിനൻ്റ് ആണ്. എയും ബിയും ഡോമിനൻ്റ് ആണ് ആരുടെ മേലെ? ഓയിനെയും. O എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അലീലിൻ്റെ മേലെ. ഓക്കെ, O എന്ന് എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്മോൾ I എന്ന് എഴുതാം. രണ്ടും എഴുതാറുണ്ട് നമ്മൾ, മാറി മാറി ഇങ്ങോട്ടും ഏത് എഴുതിയാലും പ്രശ്നമില്ല. അപ്പോൾ ഒരാൾക്ക് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ IA ആണ്. 2 പേരും പാരൻസ് IA ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കും 2 പേരും ഈക്വലി ഡോമിനൻ്റ് ആണല്ലോ. എക്കും ബിക്കും ഈക്വൽ ഡോമിനൻസ് ആണ്. ഇവരെക്കാൾ ലേശം ഡോമിനൻസ് കുറവുള്ള ആളാണ് O അല്ലെങ്കിൽ സ്മോൾ I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IA എന്ന് പറഞ്ഞിട്ടൊരു പാരൻ്റ് ഉണ്ടായിരുന്നു, IA എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു പാരൻ്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടായിരിക്കും കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഒബ്വിയസ്ലി A എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് കുട്ടി കിട്ടും. ഇനി IA IB എന്ന് വെച്ചാൽ A ഉള്ളൊരു പാരൻ്റ് ഉണ്ടായി, B ഉള്ളൊരു പാരൻ്റ് ഉണ്ടായി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ഈ കുട്ടി കിട്ടുക. ദാറ്റ് മീൻസ് IA IB എന്ന് കുട്ടിക്ക് കിട്ടും. ദാറ്റ് മീൻസ് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആകും. അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് എന്താണ്? എയും ബിയും ഒരുപോലെ ഡോമിനൻസ് ഉള്ളവരായിരുന്നു.
എ എന്ന് പറയുന്നത് ബിയേക്കാൾ റെസസീവും അല്ല, ബി എയേക്കാൾ ഡൊമിനൻറ്റും അല്ല, തുല്യ ഡൊമിനൻസ് ഉള്ളവർ. അതുകൊണ്ടാണ് എ ബി പ്രകടമായത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഐ എ എന്ന് പറഞ്ഞിട്ടൊരു പാരന്റ് ഉണ്ടായി, ഐ അല്ലെങ്കിൽ ഒ എന്ന് പറഞ്ഞിട്ടൊരു പാരന്റ് ഉണ്ടായി. ഐ എ ഒനേക്കാൾ എന്തായാലും ഡൊമിനന്റ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വരും? എ ബ്ലഡ് ഗ്രൂപ്പ് വരും. സിമിലർലി ഐ ബിയും ഐയും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഐനേക്കാൾ ഡൊമിനന്റ് ആണ് ഐ ബി, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരും? ബി ബ്ലഡ് ഗ്രൂപ്പ് വരും. ഇനി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് സ്മോൾ ഐ സ്മോൾ ഐ. രണ്ടുപേരും സ്മോൾ ഐ അല്ലെങ്കിൽ രണ്ടുപേരും ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടിക്ക് എന്തായാലും എന്ത് കിട്ടും? ഒ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. ബിക്കോസ് അത് റെസസീവാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കുട്ടിക്ക് അതിൻ്റെ പാരന്റിൻ്റെ കയ്യിൽ നിന്ന് ഐ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീനോടൈപ്പും മറ്റൊരു പാരന്റിൻ്റെ കയ്യിൽ നിന്ന് ഐ ബിയും കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആവുകയൊന്നും ചെയ്യില്ല, രണ്ടും കൂടെ ഒരുമിച്ച് പ്രകടമാകും. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും കോ ഡൊമിനൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിലും ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അവിടെ മിക്സിങ് സംഭവിക്കുമായിരുന്നു അല്ലേ. പക്ഷെ കോ ഡൊമിനൻസിൽ അങ്ങനെയല്ല, ഇവിടെ മിക്സിംഗ് ഒന്നുമില്ല. ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് പ്രകടമാവും. ദാറ്റ് മീൻസ് നേരത്തെ പോലെ റെഡും വൈറ്റും പൂക്കളായിരുന്നെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് പിങ്ക് പൂക്കൾ ഉണ്ടായിരുന്നു കണ്ടു. പക്ഷെ ഇവിടെ പിങ്ക് പൂക്കളൊന്നും ഉണ്ടാവില്ല. കോ ഡൊമിനൻസ് ആണെങ്കിൽ റെഡും വൈറ്റും ഒരുപോലെ തന്നെ ഉണ്ടാവും. പിടികിട്ടിയോ? അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഐ എ എന്നുള്ളൊരു പാരന്റ് ഉണ്ടായിരുന്നു, ഐ ബി എന്നൊരു പാരന്റ് ഉണ്ടായിരുന്നു. ഈ ഐ എയും ഐ ബിയും കുട്ടിക്ക് കിട്ടിയെങ്കിൽ ഇത് മിക്സ് ഒന്നും ചെയ്യാതെ ഒരുമിച്ച് പ്രകടമാകുന്നു. അങ്ങനെ കുട്ടിക്ക് എന്ത് കിട്ടും? എ ബി ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. കാരണം എയും ബിയും എങ്ങനെയുള്ളവരാണ്? കോ ഡൊമിനന്റ് ആണ്. അപ്പോൾ ഐ എയും ഐ ബിയും കുട്ടിയിൽ പ്രകടമാകും. അങ്ങനെയാണ് കുട്ടിക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുക. ഒരുമിച്ച് അവരെന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. പിടികിട്ടിയോ? ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസിക് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അത് പറയാം. കോഡോമിനൻസിന് മറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളുടെ ലൈക്ക് റെഡ് സ്പോട്ടഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് സ്പോട്ടഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. റെഡ് പൂവായിരിക്കും അത്, പക്ഷെ അതിൽ വൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും. കാരണം റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ജീവികളുണ്ടായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടുള്ളവർ. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പശുവിൻ്റെ കേസിലും പൂച്ചയുടെ കേസിലൊക്കെ ഇതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ബൊഗെയിൻവില്ലയൊക്കെ നോക്കുക, ഒരു പിങ്ക് ബൊഗെയിൻവില്ലിനെ വൈറ്റ് ബൊഗെയിൻവില്ലിനെ അടുത്തടുത്ത് നിർത്തുക. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞാൽ വൈറ്റും പിങ്ക് ഡോട്ട്സ് ഉള്ളതോ അല്ലെങ്കിൽ പിങ്ക് വൈറ്റ് ഡോട്ട്സ് ഉള്ളതോ ആയിരിക്കും. അതിനുള്ള റീസൺ കോഡോമിനൻസ് ആണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ മിക്സ്ഡ് ആവുന്നില്ല. മിക്സ്ഡ് ആയിരുന്നു എങ്കിൽ, ബ്ലെൻഡിങ് സംഭവിച്ചിരുന്നു എങ്കിൽ അതെന്തായി മാറിയാണ്? അത് നമ്മളുടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആയിട്ട് മാറിയാണ്. പിടികിട്ടിയോ? യെസ്, ഞാൻ ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഒ എന്ന് പറഞ്ഞ എല്ലിൽ എയ്ക്കും ബിക്കും റെസസീവ് ആണ്, എയും ബിയും കോഡോമിനൻ്റ് ആണ്. അപ്പോൾ ഒരു മനുഷ്യന് എപ്പോഴെങ്കിലും എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ അത് മിക്സ്ഡ് ആവാതെ പ്രകടമാകും. അങ്ങനെയാണ് അയാൾക്ക് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? കോഡോമിനൻസ് എന്ന് പറയുമ്പോൾ അല്ലീൽസ് ഹോമോലോഗസ് ക്രോമസോമിലെയാണോ, ഡൊമിനൻ്റ് ആണോ, റെസസീവ് ആണോ, അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ഈ ഹോമോലോഗസ് ക്രോമസോമിനകത്ത് ഉള്ളതാണെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ അത് രണ്ടുപേരും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, രണ്ടുപേരും ഒരുമിച്ച് പ്രകടമാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രകടമായാൽ അത് കോഡോമിനൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഈ ടേബിൾ പഠിച്ചു വെക്കണം. ഒരു ജീനോടൈപ്പ് ഒരു അല്ലിൽ ഒരു പാരന്റിൽ നിന്ന് കിട്ടിയാൽ മറ്റൊരു അല്ലിൽ മറ്റൊരു പാരന്റിൽ നിന്ന് കിട്ടിയാൽ എന്തായിരിക്കും കുട്ടിയുടെ ജീനോടൈപ്പ്, എന്തായിരിക്കും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ക്ലാസിക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും, ആർക്കാണ് ഇതിനകത്ത് ഡൊമിനൻസ് കൂടുതലുള്ളത്, ആർക്കൊക്കെയാണ് തുല്യമായി ഡൊമിനൻസ് ഉള്ളത്, ആരാണ് ആരേക്കാൾ കുറച്ചും കൂടെ ഡൊമിനൻ്റ്, ആരാണ് റെസസീവ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അല്ലിലിക് ഇൻട്രാക്ഷൻസിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും വരുന്നത്. ജെനറ്റിക്സിൽ നിന്ന് പൊതുവേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എക്സാമ്പിൾസ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാത്തിൻ്റെ കാര്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോർട്സിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ഷോർട്സ് ഉണ്ടാവുക. അപ്പോൾ ഞാനതിനകത്ത് ഇപ്പോൾ വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. കാരണം ലൈക്ക് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവറിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് വോയിസ് ഓവർ കൊടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ 8 മണിക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കുക. ഈ MCQs എല്ലാം എഴുതി വയ്ക്കുക. ഞാൻ ചുമ്മാ റാൻഡമായിട്ടുള്ള MCQs എടുത്തിട്ടല്ല അത് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങളുടെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കുറേ ടോപ്പിക്സ് ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് വയ്ക്കുന്നതാണ് ആ ഷോർട്സിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് പഠിച്ച് ഓർത്ത് വയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ബേസിക്കലി നമ്മൾ അല്ലിലിക് ഇൻട്രാക്ഷൻസിൽ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി നോൺ അല്ലിലിക് ഇൻട്രാക്ഷൻസ് ആണ്. അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഐ ഹോപ്പ് ദിസ് വാസ് ക്ലിയർ ആൻഡ് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.